വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രോളിക് ന്യൂമാറ്റിക് ഘടകങ്ങൾ തിരിച്ചറിയുന്നതിനുള്ള ഈ സെക്ഷനിലേക്ക് സ്വാഗതം. ഈ വ്യായാമത്തിൻ്റെ അവസാനം നിങ്ങൾക്ക് സാധ്യമാകുന്നത് ഹൈഡ്രോളിക് ന്യൂമാറ്റിക് ഘടകങ്ങളുടെ സുരക്ഷയും നിയന്ത്രണവും നിലനിർത്തുക. ഹൈഡ്രോളിക് സിസ്റ്റങ്ങളുടെ ബേസിക് ഡെഫിനിഷൻ ഉപയോഗിച്ച് നമുക്ക് ഈ സെക്ഷൻ ആരംഭിക്കാം. പ്രഷറൈസ്ഡ് ലിക്വിഡ് ഓയിൽ ജോലി ചെയ്യുന്നതിനായി ഒരു ആക്യുവേറ്ററിലേക്ക് എനർജി കൈമാറുന്നു. പവർ സ്രോതസ്സുകൾ, കൺട്രോൾ വാൽവുകൾ, ആക്യുവേറ്ററുകൾ എന്നിവയാണ് ഈ സിസ്റ്റത്തിൻ്റെ ഘടകങ്ങൾ. മറ്റൊരു തരം ന്യൂമാറ്റിക് സിസ്റ്റമാണ്. ഒരു ന്യൂമാറ്റിക് സിസ്റ്റത്തിൽ കംപ്രസ് ചെയ്ത വായു ജോലി ചെയ്യുന്നതിനായി ഒരു ആക്യുവേറ്ററിലേക്ക് എനർജി കൈമാറുന്നു. പവർ സ്രോതസ്, കൺട്രോൾ വാൽവുകൾ, ആക്യുവേറ്ററുകൾ എന്നിവയാണ് ഈ സിസ്റ്റത്തിൻ്റെ ഘടകങ്ങൾ. ഫോഴ്സിനെ, അത് സാധാരണയായി ഡ്രൈവറുടെ കാലിൽ നിന്നുള്ളത്, ഹൈഡ്രോളിക് പ്രഷറാക്കി മാറ്റുന്ന ഒരു ഉപകരണമാണ് മാസ്റ്റർ സിലിണ്ടർ. ഹൈഡ്രോളിക് സിസ്റ്റത്തിൻ്റെ മറ്റേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സ്ലേവ് സിലിണ്ടറുകൾ നിയന്ത്രിക്കുക എന്നതാണ് ഈ ഉപകരണത്തിൻ്റെ ലക്ഷ്യം. ഡ്രൈവർ ക്ലച്ച് പെഡലിൽ അമർത്തുമ്പോൾ പ്രയോഗിക്കുന്ന ഫോഴ്സ് പിസ്റ്റൺ സിലിണ്ടറിനെ തള്ളുകയും അതുവഴി പ്രയോഗിച്ച ഫോഴ്സ് ഒരു ഹൈഡ്രോളിക് പ്രഷറാക്കി മാറ്റുകയും ചെയ്യുന്നു. ഈ പ്രഷർ ക്ലച്ച് സിസ്റ്റത്തിൻ്റെ സ്ലേവ് സിലിണ്ടറിലേക്ക് പ്രഷർ കൈമാറുന്ന ലൈനുകളിലൂടെ ഹൈഡ്രോളിക് ഫ്ലൂയിഡ് പമ്പ് ചെയ്യുന്നു. ഓരോ മാസ്റ്റർ സിലിണ്ടറിനും അതിൻ്റെ പ്രയോഗത്തെ അടിസ്ഥാനമാക്കി ബ്രേക്ക് അല്ലെങ്കിൽ ക്ലച്ച് ഫ്ലൂയിഡ് വിതരണം ചെയ്യുന്ന ഒരു റിസർവോയർ ഉണ്ട്. ഈ ഫ്ലൂയിഡ്സ് മാസ്റ്റർ സിലിണ്ടറിലേക്ക് വായു പ്രവേശിക്കുന്നത് തടയാൻ സഹായിക്കുന്നു. ഹൈഡ്രോളിക്സ് ഉപയോഗിച്ച് വാഹനത്തിൻ്റെ ഒരു വിഭാഗത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് മെക്കാനിക്കൽ എനർജി കൈമാറാൻ സഹായിക്കുന്ന ഒരു ഓട്ടോമൊബൈൽ സിസ്റ്റത്തിൻ്റെ ഘടകമാണ് സ്ലേവ് സിലിണ്ടർ. ഒരു വാഹനത്തിൻ്റെ ക്ലച്ച് പെഡൽ ശരിയായി പ്രവർത്തിക്കുന്നതിന് ട്രാൻസ്മിഷൻ സിസ്റ്റവുമായി ഫലപ്രദമായ ബന്ധം ഉണ്ടായിരിക്കണം. അത് മാനുവൽ അല്ലെങ്കിൽ ഹൈഡ്രോളിക് ആകാം. സ്ലേവ് സിലിണ്ടർ ഫലപ്രദമായ കണക്ഷൻ നൽകുന്നു. ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊന്നിലേക്ക് ഫോഴ്സ് കൈമാറുന്നതിന് അതിൻ്റെ ഇൻറ്റേർണൽ പിസ്റ്റണിനെതിരെ ഹൈഡ്രോളിക് പ്രഷർ ഉപയോഗിച്ച് സ്ലേവ് സിലിണ്ടർ ആവശ്യമായ കണക്ഷൻ ഉണ്ടാക്കുന്നു. ഹൈ പ്രഷർ സിസ്റ്റങ്ങൾ, ബന്ധിപ്പിക്കുന്ന ഘടകങ്ങൾ, വാൽവുകൾ, ആക്യുവേറ്ററുകൾ, ഉപകരണങ്ങൾ എന്നിവയ്ക്കുള്ളിൽ ഹൈഡ്രോളിക് ഫ്ലൂയിഡ് കൊണ്ടുപോകാൻ രൂപകൽപ്പന ചെയ്ത വഴക്കമുള്ളതും ഉറപ്പിച്ചതുമായ ട്യൂബുകളാണ് ഹൈഡ്രോളിക് ഹോസുകൾ. ഹൈഡ്രോളിക് സിസ്റ്റങ്ങളിൽ ഹൈഡ്രോളിക് ഹോസുകൾ നിർണായകമാണ്. ഉയർന്ന പ്രഷർ കാരണം അവയെ ശക്തിപ്പെടുത്തുന്നു. ഒരു ഹൈഡ്രോളിക് ഹോസ് തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് നിങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കണം. അളവുകൾ, പ്രകടന സവിശേഷതകൾ, നിർമ്മാണ സാമഗ്രികൾ, സവിശേഷതകൾ എന്നിവ പരിഗണിക്കണം. ഒരു ന്യൂമാറ്റിക് സിസ്റ്റത്തിൻ്റെ ബേസിക് ഡെഫിനിഷൻ നമ്മൾ ഇതിനകം ചർച്ച ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വിഷയത്തിലേക്ക് കടക്കാം. ഒരു ടാങ്കിലോ റിസർവോയറിലോ പിന്നീടുള്ള ഉപയോഗത്തിനായി സംഭരിക്കാൻ കഴിയുന്ന എനർജി സൃഷ്ടിക്കുന്നതിന് പ്രഷർ നൽകി അറ്റ്മോസ്ഫറിക് വായുവിനെ നിർബന്ധിച്ച് കംപ്രസ് ചെയ്ത വായുവാക്കി മാറ്റാൻ എയർ കംപ്രസർ ഉപയോഗിക്കുന്നു. ഇൻടേക്ക് സ്ട്രോക്ക്. പിസ്റ്റണിൻ്റെ ഡൗൺവേർഡ് സ്ട്രോക്ക് കംപ്രസറിന് പുറത്തുള്ള അറ്റ്മോസ്ഫറിക് പ്രഷറിനേക്കാൾ താഴ്ന്ന മർദ്ദം സിലിണ്ടറിനുള്ളിൽ സൃഷ്ടിക്കുന്നു. ഇത് ഇൻലെറ്റ് വാൽവിലൂടെ സിലിണ്ടറിലേക്ക് വായു ഒഴുകുന്നു. പിസ്റ്റൺ മുകളിലേക്ക് നീങ്ങുമ്പോൾ അത് വായുവിനെ കംപ്രസ് ചെയ്യുന്നു. പ്രഷർ ഇൻലെറ്റ് വാൽവ് അടച്ച് സൂക്ഷിക്കുന്നു. പിസ്റ്റൺ മുകളിലേക്ക് എത്തുമ്പോൾ ഡിസ്ചാർജ് വാൽവ് വഴി മർദ്ദമുള്ള വായു റിസർവോയറിലേക്ക് പോകുന്നു. ഇതിനെ കംപ്രഷൻ സ്ട്രോക്ക് എന്ന് വിളിക്കുന്നു. എയർ കംപ്രസറുകൾ സ്റ്റാൻഡേർഡ് ടൂളുകളേക്കാൾ ശക്തമാണ്. കൂടാതെ പ്രത്യേക ബൾക്കി മോട്ടോറുകൾ ആവശ്യമില്ല. എയർ കംപ്രസറിൻ്റെ പ്രധാന ഗുണങ്ങളിൽ ഒന്നാണിത്. റിസർവോയറിൽ വളരെയധികം കംപ്രസ് ചെയ്ത വായു സൂക്ഷിക്കുന്നത് അപകടകരമാണ്. അതിനാൽ പ്രഷർ റിലീഫ് വാൽവ് അല്ലെങ്കിൽ എയർ റെഗുലേറ്റർ എന്നറിയപ്പെടുന്ന ഒരു അൺലോഡർ വാൽവ് ഉപയോഗിക്കേണ്ടതാണ്. ഇത് ഒരു സുരക്ഷാ ഉപകരണമാണ്. എയർ കംപ്രസറിലെ ഒരു അൺലോഡർ വാൽവ് മുൻകൂട്ടി നിശ്ചയിച്ച പരിധി കവിയുമ്പോൾ അധിക വായു പുറത്തേക്ക് ഒഴുക്കി ടാങ്കിൻ്റെ മർദ്ദം നിയന്ത്രിക്കുന്നു. വലിയ തോതിലുള്ള എയർ കംപ്രസറുകളിൽ കംപ്രസറിന് അടുത്തായി ഒരു അൺലോഡർ വാൽവ് സ്ഥാപിക്കാവുന്നതാണ്. അടുത്തതായി ബ്രേക്ക് വാൽവ് നോക്കാം. ഫുഡ് വാൽവ് റിസർവോയറിൽ നിന്ന് കംപ്രസ് ചെയ്ത വായു വലിച്ചെടുക്കുകയും ഡ്രൈവർ ബ്രേക്കുകൾ പ്രയോഗിക്കുമ്പോൾ ചക്രം നിർത്താൻ ചേംബറിലേക്ക് അയക്കുകയും ചെയ്യുന്നു. ബ്രേക്ക് ത്രെഡിൽ ആവശ്യമായ മർദ്ദം പ്രയോഗിച്ച് ഡ്രൈവർക്ക് എയർ സപ്ലൈയുടെ അളവ് നിയന്ത്രിക്കാനാകും. ത്രെഡിൽ ചലിപ്പിച്ചുകൊണ്ട് ഡ്രൈവർ ബ്രേക്ക് പ്രഷർ ക്രമീകരിക്കുന്നു. പക്ഷേ മാക്സിമം പ്രഷർ റിസർവോയറിനേക്കാൾ കുറവായിരിക്കും. ത്രെഡിൽ വിടുന്നത്
വായുപ്രവാഹത്തെ തടസ്സപ്പെടുത്തുകയും അത് ബ്രേക്കുകൾ വിച്ഛേദിക്കുകയും ചെയ്യും. കംപ്രസ് ചെയ്ത വായുവിൻ്റെ ശക്തിയെ മെക്കാനിക്കൽ ലിങ്കേജുകളിലേക്ക് മാറ്റാൻ ബ്രേക്ക് ചേംബർ ഉപയോഗിക്കുന്നു. ഒരു ബ്രേക്ക് ചേംബറിൽ വൃത്താകൃതിയിലുള്ള കണ്ടെയ്നർ അടങ്ങിയിരിക്കുന്നു. നടുവിൽ ഒരു ഫ്ലെക്സിബിൾ ഡയഫ്രം കൊണ്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു. എയർ പ്രഷർ ഡയഫ്രത്തെ പ്രഷറിൽ നിന്ന് അകറ്റുന്നു. സ്ലാക്ക് അഡ്ജസ്റ്ററിനെതിരെ പുഷ് റോഡ് പുറത്തേക്ക് നയിക്കുന്നു. വാഹനത്തിൻ്റെ മുന്നിലും പിന്നിലും 2 ബ്രേക്ക് ചേംബറുകളുണ്ട്. ബലം ബ്രേക്ക് ചേംബറിൻ്റെ എയർ പ്രഷറിനെയും ഡയഫ്രത്തിൻ്റെ വലിപ്പത്തെയും ആശ്രയിച്ചിരിക്കുന്നു. വാഹനത്തിൻ്റെ ബ്രേക്കുകൾ പ്രയോഗിക്കുന്നതിന് ബ്രേക്ക് ചേംബറുകൾ കംപ്രസ് ചെയ്ത വായു സേനയെ മെക്കാനിക്കൽ പ്രവർത്തനത്തിലേക്ക് മാറ്റുന്നു. വാഹനം പ്രവർത്തിക്കുമ്പോൾ ആവശ്യാനുസരണം ബ്രേക്കുകൾ ക്രമീകരിക്കുന്ന എയർ ബ്രേക്ക് സിസ്റ്റത്തിൻ്റെ ഒരു ഘടകമാണ് സ്ലാക്ക് അഡ്ജസ്റ്റർ. ലീനിയർ മോഷനെ എസ്ക്യാമിൻ്റെ റൊട്ടേറ്ററി മോഷനാക്കി മാറ്റാൻ ഇത് ഉപയോഗിക്കുന്നു. ഇത് ബ്രേക്ക് ഷൂസ് ബ്രേക്ക് ഡ്രമ്മിനെതിരെ തള്ളുന്ന ഉപകരണമാണ്. ഫലപ്രദമായ ബ്രേക്കിങ്ങിനായി ബ്രേക്ക് ലൈനിങ്ങും ബ്രേക്ക് ഡ്രമ്മും തമ്മിലുള്ള ശരിയായ ദൂരം നിലനിർത്താൻ സ്ലാക്ക് അഡ്ജസ്റ്റർ സഹായിക്കുന്നു. എയർ ബ്രേക്കുകളുള്ള വാഹനങ്ങളിൽ എയർ ബ്രേക്ക് പ്രഷർ ഗേജ് ഒരു നിർണായക ഘടകമാണ്. ഇത് സുരക്ഷിതമായ പ്രവർത്തനത്തിനായി എയർ ടാങ്കുകളിലെ മർദ്ദത്തെ സൂചിപ്പിക്കുന്നു. ഇൻസ്ട്രുമെൻ്റ് പാനലിലെ ബ്രേക്ക് പ്രഷർ ഗേജുകൾ ബ്രേക്ക് ഫ്ലൂയിഡ് മർദ്ദം കൃത്യമായി അളക്കുന്നു. ബ്രേക്ക് സിസ്റ്റത്തിൻ്റെ പ്രശ്നങ്ങൾ കണ്ടെത്തുന്നതിനും ശരിയായ ബ്രേക്ക് ഓപ്പറേഷൻ ഉറപ്പാക്കുന്നതിനും സഹായിക്കുന്നു. വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രോളിക് ന്യൂമാറ്റിക് ഘടകങ്ങൾ തിരിച്ചറിയാൻ ഈ വിഷയം സമ്മറൈസ് ചെയ്യാം. ഈ വിഷയത്തിൽ നമ്മൾ പഠിച്ചത് ഹൈഡ്രോളിക് ന്യൂമാറ്റിക് സിസ്റ്റങ്ങളുടെയും അവയുടെ ഘടകങ്ങളുടെയും നിർവചനവും പ്രവർത്തനവും.